ഇന്ന് 2026 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിലും ഒരുപാട് കോൺട്രവേഴ്സീസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഫിഫ ചില ടീംസിനെ ഫേവർ ചെയ്യുന്നുണ്ടോ, ചില സ്റ്റാർ പ്ലേയേഴ്സിന് പ്രത്യേക അഡ്വാൻറ്റേജസ് കൊടുക്കുന്നുണ്ടോ, പോപ്പുലർ ടീംസിന് നേരത്തെ പുറത്തായാലും ടൂർണമെൻറ്റ്സിൻ്റെ മാർക്കറ്റിങ്ങിന് അത് ബാധിക്കുമോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻഡ് ഡിസ്കഷൻസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ബട്ട് ഹിയർ ഈസ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. നമ്മൾ ടി വിയിൽ കാണുന്ന ആ ഒരു ഫുട്ബോൾ മാച്ചിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? ഒരു ബോൾ എങ്ങനെ ഓരോ സെക്കൻഡിലും ട്രാക്ക് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ ഒരു പ്ലെയറിൻ്റെ ഓരോ മൂവ്മെൻറ്റും എങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു, ഒരു ഓഫ് സൈഡ് ഡിസിഷൻസ് ഏതാനും സെക്കൻഡിനുള്ളിൽ എങ്ങനെ എടുക്കപ്പെടുന്നു, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ടെക്നോളജി എന്താണ്? ഇതൊന്നും പലരും ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കൂടെ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ കോൺട്രവേഴ്സീസിൻ്റെ പിന്നിലെ റിയാലിറ്റിയും, ഒരു വേൾഡ് കപ്പ് മാച്ചിൻ്റെ ക്യാമറയുടെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതേപോലെ തന്നെ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. മാച്ച് തുടങ്ങുന്നതിന് മുന്നേ മുതൽ അവസാനം വിസിൽ മുഴങ്ങുന്നത് വരെ AI സെൻസേഴ്സ്, ക്യാമറ, ഡാറ്റ അനാലിസിസ്, റഫറിംഗ് ടെക്നോളജി, ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ട്രസ്റ്റ് മീ, ആഫ്റ്റർ ദിസ് വീഡിയോ യു വിൽ നെവർ വാച്ച് ദ ഫുട്ബോൾ ദ സെയിം വേ അഗെയിൻ. ആൻഡ് ഈ വീഡിയോ കഴിഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ഒരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലായിരിക്കും നിങ്ങളിത് കാണാം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗം ഒരു സാധാരണ ഫുട്ബോൾ ഫാനിന് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നിങ്ങൾ ഈ ചാനലോട്ട് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ വെൽക്കം. ആൻഡ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോഴത്തെ മാച്ചസിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബോൾ, അതൊരു സാധാരണ ബോളല്ല, അതിലൊരു സെൻസർ ഉണ്ട്. അതായത് 1970 മുതൽ ഫിഫ വേൾഡ് കപ്പിൽ ഒഫീഷ്യൽ ബോൾസ് നിർമ്മിക്കുന്നത് അഡിഡാസ് ആണ്. അവർ നിർമ്മിച്ച 2026 വേൾഡ് കപ്പിൻ്റെ പേരാണ് ട്രയോണ്ട. ഇതിനുള്ളിൽ അവർ ചെറിയൊരു ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനെ കണക്റ്റഡ് ബോൾ ടെക്നോളജി എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ടെക്നോളജിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് IMU സെൻസറാണ്, അതായത് ഇനേർഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഐഡിയ വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിലെ ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് നമ്മൾ തിരിക്കുന്ന സമയത്ത് സ്ക്രീന് തനിയെ തിരിയുന്നില്ലേ, അതിന് സഹായിക്കുന്ന ഒരു ഫോണിലെ മോഷൻ സെൻസറാണ്. ഇതേ സാധനത്തിൻ്റെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു വേർഷനാണ് ബോളിലുള്ളത്. സാധാരണ TV ക്യാമറാസ് ഒരു സെക്കൻഡിൽ 50 ഫ്രെയിംസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻസർ ഒരു സെക്കൻഡിൽ 500 ടൈംസ്, അതായത് 500 ഹെർട്സ് ബോളിൻ്റെ എക്സാക്ട് മൂവ്മെൻറ്റ് VR റൂമിലോട്ട് അയക്കും. ഇതിലൂടെ പ്ലെയേഴ്സിൻ്റെ കാലിൽ ബോൾസ് തട്ടിയ കൃത്യം ഏത് മൈക്രോ സെക്കൻഡിലാണെന്ന് അക്യുറേറ്റ്ലി മനസ്സിലാക്കാൻ ഇതിന് സാധിക്കുന്നു. ഓഫ് സൈഡ് കണ്ടുപിടിക്കാൻ മാത്രമല്ല, അതായത് പെനാൽറ്റി ബോക്സിലെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബോൾസ് പോലും ഈ ഒരു സെൻസർ പിടിച്ചെടുക്കും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ കളി തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഫുട്ബോൾ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡിൽ വെച്ചിട്ട് ചാർജ് ചെയ്യണം. അതിനൊപ്പം വർക്ക് ചെയ്യുന്ന മറ്റൊരു ടെക്നോളജിയാണ് അഡ്വാൻസ് ഗോൾ ലൈൻ ടെക്നോളജി, അതായത് GLT. സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂരയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ബോളിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി പ്ലെയേഴ്സിൻ്റെ കാര്യം. ഇവിടെയാണ് സെമി ഓട്ടോമാറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജി, അതായത് SAOT രംഗത്ത് വരുന്നത്. പണ്ട് റഫറീസ് TV സ്ക്രീനിൽ ലൈൻ ഡ്രോ ചെയ്തിട്ട് ഓഫ് സൈഡ് കണ്ടുപിടിക്കാൻ ആവറേജ് ഒരു 70 സെക്കൻഡ്സ് വരെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിലേ ആരാധകരെ വല്ലാതെ ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്നാൽ ഇന്ന് കളി കൺട്രോൾ ചെയ്യുന്നത് അതിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ളൊരു AI ആണ്. 2026 വേൾഡ് കപ്പ് പങ്കെടുക്കുന്ന 48 ടീംസിലെയും 1248 പ്ലേയേഴ്സിന് അവരുടെ ബോഡി ടൂർണമെൻറ്റിന് മുന്നേ തന്നെ ഒരു 3D സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലുപയോഗിക്കുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള AI കോൺസെപ്റ്റ് ആണ് ഡിജിറ്റൽ ട്വിൻസ്. അതായത് യഥാർത്ഥ പ്ലെയേഴ്സിൻ്റെ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് 3D കോപ്പി അഥവാ അവതാർ AI ലൈവായിട്ട് നിർമ്മിക്കുന്നു. സ്റ്റേഡിയത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ട്രാക്കിംഗ് ക്യാമറാസ് ഓരോ പ്ലെയറിൻ്റെ കൈ, തല, കാല്, മുട്ട് എന്നിങ്ങനെയുള്ള പോയിൻറ്റ്സിനെ ഒരു സെക്കൻഡിൽ 50 തവണ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ മാച്ചിലും 150-ലധികം ട്രാക്കിംഗ് ഡാറ്റ പോയിന്റ് ജനറേറ്റ് ചെയ്യും. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് ശരിക്കും ഗെയിം ചേഞ്ചർ. 2026 വേൾഡ് കപ്പിൽ 48 ടീംസാണുള്ളത്. വലിയ ടീംസിന് ഹ്യൂജ് ഡാറ്റ അനലിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ചെറിയ ടീംസിനാകുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാവില്ല. ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫിഫയും അതുപോലെ തന്നെ ലെനോവോയും കൂടെ ചേർന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഫിഫ AI Pro. ഇതൊരു ജനറേറ്റീവ് AI അസിസ്റ്റൻ്റ് ആണ്, ഫിഫയുടെ ഓൺ ഫുട്ബോൾ ലാംഗ്വേജ് മോഡലിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു ടീമിൻ്റെ കോച്ചിന് ഈ AIയോട് പ്ലെയിൻ ലാംഗ്വേജിൽ ചോദിക്കാൻ പറ്റും. അതായത് ഓപ്പണൻ്റ് ടീമിൻ്റെ സ്ട്രൈക്കറിനെ ഡിഫെൻഡ് ചെയ്യാൻ എന്ത് ടാക്ടിക്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ. AI അപ്പോൾ തന്നെ ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ഡാറ്റ പോയിന്റ്സ് അനലൈസ് ചെയ്തിട്ട് ടാക്ടിക്കൽ റെക്കമെൻഡേഷൻസും അതുപോലെ തന്നെ 3D വീഡിയോസ്, പെർഫോമൻസ് ഇൻസൈറ്റും മൾട്ടിപ്പിൾ ഭാഷയിലെ കോച്ചിന് നൽകും. ഫുട്ബോൾ സ്ട്രാറ്റജിയിൽ ഇതൊരു വലിയ റെവല്യൂഷനാണ്. ചെറിയ ടീംസിന് ഇപ്പോൾ വലിയ ക്ലബ്സിനെ അതേ ലെവൽ അനാലിറ്റിക്സ് ചെയ്യാൻ സാധിക്കും. ഗ്രൗണ്ടിനകത്തെ ടെക്നോളജി നമ്മൾ കണ്ടു. എന്നാൽ സ്റ്റേഡിയത്തിന് പുറത്തോ US, മെക്സിക്കോ, കാനഡ എന്നിങ്ങനെ 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന ഈ വേൾഡ് കപ്പിലെ സെക്യൂരിറ്റി ആണ് ഏറ്റവും വലിയ ചലഞ്ച്. മെക്സിക്കോയിലെ മോൺട്രെ സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് സാക്ഷാൽ റോബോട്ട് ഡോഗ്സ് ആണ്. അതായത് ബോസ്റ്റൺ ഡൈനാമിക്സും അതുപോലെ തന്നെ ചൈനീസ് കമ്പനി ആയിട്ടുള്ള യൂണിട്രി റോബോട്ടിക്സും നിർമ്മിച്ചിട്ടുള്ള ഒരു K9 X എന്ന അഡ്വാൻസ് റോബോട്ട്സ് ആണ് ഇതൊക്കെ. ഇവയെ കൺട്രോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ വിഷൻ എന്ന് വിളിക്കുന്ന ഒരു AI ടെക്നോളജി വഴിയാണ്. നമ്മൾ മനുഷ്യർ കണ്ണുകൊണ്ട് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കുന്നത് പോലെ
ഹൈ റെസൊല്യൂഷൻ ക്യാമറയിലൂടെയും അതുപോലെ തന്നെ നൈറ്റ് വിഷൻ സെൻസറിലൂടെയും കാണുന്ന വിഷ്വൽസ് അനലൈസ് ചെയ്യാനും ഇതിലെ AI സാധിക്കും. സ്റ്റേഡിയത്തിൻ്റെ മുക്കിലും മൂലയിലും കടന്നു ചെന്ന് സസ്പീഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഒബ്ജക്റ്റും ഇവ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡേഞ്ചർ സോണിൽ ഹ്യൂമണിന് പകരം കടന്നു ചെല്ലാനും ലൈവ് വിഷ്വൽസ് കൺട്രോൾ റൂമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഈ റോബോട്ട്സിന് സാധിക്കും. പലർക്കും ഇതൊരു സർവൈലൻസ് ക്യാമറ പോലെയാണെന്ന് ഒരു പേടിയുണ്ട്. എന്നാൽ ക്രൗഡിലെ ഓരോരുത്തരെയും ഐഡൻറ്റിഫൈ ചെയ്യാനല്ല, മറിച്ച് അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് സേഫ്റ്റി ഉറപ്പാക്കാനും ക്രൗഡ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവയെ ഉപയോഗിക്കുന്നത്. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് ഫുട്ബോളിലെ ഒരു വലിയ പ്രശ്നം, അതായത് റഫറിങ് മിസ്റ്റേക്സ് ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ടെക്നോളജീസ് ഉള്ളത് കൊണ്ട് തന്നെ കളി അക്യുറേറ്റ് ആവുകയും അതുപോലെ തന്നെ ഫെയർ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഫുട്ബോൾ കൂടുതൽ പെർഫെക്റ്റ് ആകുകയാണോ അതോ അതിൻ്റെ സോള് പതിയെ നഷ്ടപ്പെടുകയാണോ? ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ചോദിക്കാം. 2030 വേൾഡ് കപ്പ് എത്തുമ്പോൾ ഫുട്ബോൾ മാച്ച് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ റഫറി ആയിരിക്കുമോ അതോ AI സിസ്റ്റത്തിൻ്റെ ഒരു നെക്സ്റ്റ് എവല്യൂഷൻ ആയിരിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഇമാജിൻ ചെയ്യാത്ത ഒരു തേർഡ് സിസ്റ്റം വരുമോ? നിങ്ങളുടെ ആൻസർ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. ചാനലിലോട്ട് ആദ്യമായിട്ടാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ